അപ്പോൾ സെഷൻ്റെ ടൈറ്റിൽ കൊടുത്തതാണ് ലിവിങ് ദ ടീച്ചിങ്സ് ഓഫ് ശ്രീ രമണ മഹർഷി എന്നാണ്. ശ്രീ രമണ മഹർഷിയുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ചില ടിപ്സാണ്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അല്ലേ, കുറേ വായിക്കുന്നുണ്ട്, കുറേ പഠിക്കുന്നുണ്ട്, നമുക്കത് പ്രാക്ടിക്കലാക്കി മാറ്റണം. അപ്പോൾ നിങ്ങളെല്ലാവരും ലെവൽ 1 റിട്രീറ്റ് കഴിഞ്ഞിട്ടുള്ളവരാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാം. ലിവിങ് ദ ടീച്ചിങ്സ് ഓഫ് ശ്രീ രമണ മഹർഷി ഒരു 7 പോയിൻറ്റിലൂടെയാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 7 പോയിൻറ്റുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഓരോ പോയിൻറ്റും രമണ മഹർഷിയുടെ തന്നെ ടീച്ചിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ മുന്നേറുന്നത്. ആദ്യം വളരെ ബ്രോഡായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. ആദ്യത്തെ പോയിൻ്റ് അതാണ്, ബ്രോഡ് ക്വസ്റ്റ്യൻ, വൈ ജ്ഞാന? എന്തിനാണ് ഈ ജ്ഞാനമാർഗം എന്ന ഡിറക്റ്റായ പാത്ത്? കുറേ ഏറെ പാതകളുണ്ടല്ലോ, സന്തോഷത്തിനും സമാധാനത്തിനും കുറേയേറെ പാതകൾ നമ്മുടെ അറിവിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിൽ കുറച്ച് പേർ ഇതിൽ ഉറച്ചു നിൽക്കുന്നത്? വൈ ജ്ഞാന? ഇത് രമണ മഹർഷി ടോക്സിൽ പറയുന്നുണ്ട്. ആഫ്റ്റർ ടേസ്റ്റിംഗ് സച്ച് ബ്ലിസ് ഈവൺ വൺസ്, വൺ വിൽ റിപ്പീറ്റഡ്ലി ട്രൈ ടു റീഗെയിൻ ഇറ്റ്. ആ ആനന്ദം ഒരിക്കൽ അനുഭവിച്ചാൽ അതിനെ വീണ്ടും വീണ്ടും പ്രാപിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. ഹാവിങ് വൺസ് എക്സ്പീരിയൻസ്ഡ് ദ ബ്ലിസ് ഓഫ് പീസ്, നോ വൺ വുഡ് ലൈക്ക് ടു ബി ഔട്ട് ഓഫ് ഇറ്റ് ഓർ എൻഗേജ്ഡ് ഹിംസെൽഫ് അതർവൈസ്. ഒരിക്കൽ ആ ശാന്തിയുടെ ആനന്ദം അനുഭവിച്ചറിഞ്ഞവർ അതിൽ നിന്ന് വിട്ടുനിൽക്കില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിടില്ല. അതിനുള്ള ആഗ്രഹം ആർക്കും ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. നമ്മുടെ ലൈഫിലും ഇത് തന്നെയാണ് എക്സ്പീരിയൻസ് അല്ലേ. നമുക്കും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മനസ്സ് വളരെ കാമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ റിട്രീറ്റിൽ പങ്കെടുത്ത സമയത്തായിരിക്കും, ആ സമയത്തുള്ളൊരു മെഡിറ്റേഷനിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയ ശേഷം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും, വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അല്ലേ. വേറെ ചില ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ടായ സമയത്തും നിങ്ങൾക്കത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. ഇതിന് മുമ്പ്, ഈ ഒരു പാതയിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പാത്ത് എന്ന് പറയുന്നത് പുറമേയുള്ള ലോകമായിരുന്നു, വേൾഡ്. അവിടെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇതിലേക്ക് വന്ന ശേഷം ആ ഇന്നർ പീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് തിരിയാനുള്ള ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നിരന്തരമായി ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. ബിക്കോസ് വി നോ പീസ് ഇസ് മോർ വാല്യുബിൾ ദാൻ എനിത്തിങ് എൽസ്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആ ഒരു ശാന്തത മാത്രമാണ്. പക്ഷേ മെഡിറ്റേഷൻ ചിലപ്പോൾ നമുക്ക് വിചാരിച്ചതുപോലെ കിട്ടാറുണ്ട്, ചിലപ്പോൾ നമ്മൾക്ക് കിട്ടാറില്ല. പലരും ചോദിക്കുന്ന ചോദ്യമാണത്. എനിക്ക് എന്തുകൊണ്ട് ആ സ്റ്റേറ്റ് സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്, ദ കൾപ്രിറ്റ്, കുറ്റക്കാരൻ അല്ലെങ്കിൽ അപരാധി. ആരാണത്? ഞാൻ എന്ന ഈഗോ അല്ലേ. നമുക്ക് ആ ബ്ലിസ് ഉണ്ടല്ലോ, മഹർഷി പറഞ്ഞ ആ ഒരു ബ്ലിസ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം ഈ ഫീലിംഗ് ഓഫ് ലിമിറ്റഡ് എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, ഞാൻ ഈ ശരീരമാണ് എന്ന വിശ്വാസം. അതിനാണ് ഈഗോ എന്ന കൾപ്രിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഈഗോനെ പറ്റി പഠിക്കാൻ വളരെ താല്പര്യമുണ്ട്. വി വോണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്. അതുകൊണ്ടാണ് ഒരാൾ മഹർഷിയോട് ചോദിച്ചു, ഹൗ ഡിഡ് ദി ഈഗോ അറൈസ്? എങ്ങനെയാണ് ഈ ഈഗോ ഉണ്ടായത്? മഹർഷി എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു നോ ഇറ്റ്. അതറിയേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നൂലേ, എന്തുകൊണ്ടാണ് മഹർഷി ഇങ്ങനെ പറയുന്നത്? എങ്ങനെയാണ് ഈ ഈഗോ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചപ്പോൾ അതറിയേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു നോ ഇറ്റ്. എന്താ കാരണം? എങ്ങനെയാണ് ഈഗോ ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം നമുക്കതിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് മഹർഷിക്ക് അറിയാം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു നോ ഇറ്റ് എന്ന ഒറ്റ ബ്ലോക്കിംഗ് ആയിട്ടുള്ള ആൻസറിലൂടെ തന്നെ നമ്മുടെ ശ്രദ്ധ മറ്റൊരു ദിക്കിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാതെ പറയുകയാണ് മഹർഷി. കാരണം വി ഡോണ്ട് ഹാവ് ടു നോ ദ ഹിസ്റ്ററി ഓഫ് ദി ഈഗോ. ആവശ്യമില്ല. വി ഹാവ് ടു ലേൺ ഹൗ ടു എൻഡ് ദ ഈഗോ. എങ്ങനെയാണ് ഈ ഈഗോനെ അവസാനിപ്പിക്കാൻ പറ്റുക, അത് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക, മഹർഷീൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന്. വല്ല കാര്യമുണ്ടോ? അതറിഞ്ഞു കഴിഞ്ഞാലും ഈഗോ ഫങ്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതറിഞ്ഞിട്ട് കാര്യമില്ല, അതാണ് പറയുന്നത്. നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നത്തിൽ ഒരു കടുവയെ കണ്ടു വിചാരിക്കുക. കടുവ നമ്മളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടി ഉണർന്നു. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമോ, എങ്ങനെയാണ് ഈ കടുവ എൻ്റെ സ്വപ്നത്തിലേക്ക് വന്നത് ചോദിക്കുമോ? നമ്മൾ ചോദിക്കില്ല. കാരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, ദാറ്റ് വാസ് സിംപ്ലി എ ഡ്രീം. അതുകൊണ്ട് തന്നെ ഈ ഈഗോ സത്യമാണ് എന്ന അനുഭവം ഉള്ളിടത്തോളം കാലം മാത്രമേ ഈഗോനെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ചോദ്യം ശരിക്കും ആ സ്ഥാനത്താണ്. അപ്പോൾ അത് പഠിച്ചിട്ട് വലിയ കാര്യമില്ല.
നമ്മൾ ഈ പ്രസൻറ്റിലുള്ള അനുഭവം മാത്രമാണ് പഠിക്കേണ്ടത്. ഇത് നമ്മളുടെ ലൈഫിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കില്ലേ, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എൻ്റെ കർമ്മയാണോ, എൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് റെസ്റ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇതെല്ലാം വളരെ താല്പര്യമുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആൻസേഴ്സാണ് വേണ്ടത്. പക്ഷേ ഈ ഒരു ഉത്തരത്തിലൂടെ മഹർഷി ഇൻഡയറക്റ്റ്ലി പറയുകയാണ്, ഇതിലൊന്നും ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല. ബിക്കോസ് ദാറ്റ് വിൽ നോട്ട് ഫ്രീ യു ഫ്രം സഫറിങ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? ടു റിയലൈസ് ദ സെൽഫ്. അതിന് യു ഡോണ്ട് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഈഗോ അറൈസസ്. അതിന് ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈഗോ വേണ്ട. അപ്പോൾ നമ്മുടെ സംശയം എവിടേക്ക് പോകും? സെൽഫിലേക്ക് പോകും. അപ്പോൾ അടുത്ത ചോദ്യം മഹർഷിയോട് ചോദിച്ചു, വാട്ട് എഫേർട്ട് ഇസ് നെസസറി ഫോർ റീച്ചിങ് ദ സെൽഫ്? ആത്മാവിലെത്താൻ എന്ത് പരിശ്രമമാണ് വേണ്ടത്? മഹർഷി പറയുന്നു, ഐ ഷുഡ് ബി ഡിസ്ട്രോയിഡ്. സെൽഫ് ഈസ് നോട്ട് ടു ബി റീച്ച്ഡ്. ഞാൻ എന്നത് നശിപ്പിക്കപ്പെടണം. സെൽഫ് എന്നത് എത്തേണ്ട ഒരു ഇടമല്ല. സെൽഫ് ഇസ് നോട്ട് ടു ബി റീച്ച്ഡ്. നോക്കൂ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്ന രീതിയിലാണ് രമണ മഹർഷി സംസാരിക്കുന്നത്, അല്ലേ? വാട്ട് എഫേർട്ട് ഇസ് നെസസറി ഫോർ റീച്ചിങ് ദ സെൽഫ് എന്ന ചോദ്യത്തിൻ്റെ പുറകിലുള്ള ഒരു വിശ്വാസം എന്തായിരിക്കും? ലിബറേഷൻ ഇസ് നോട്ട് ഹിയർ ആൻഡ് നൗ, ലിബറേഷൻ ഇസ് ഇൻ ദ ഫ്യൂച്ചർ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. കാരണം ഫോർ റീച്ചിങ് ദ സെൽഫ് എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്താണ് സെൽഫ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണ് എത്തുക? ഞാൻ എന്ത് ശ്രമം എടുക്കണമെന്ന് ചോദിച്ചാൽ ലിബറേഷൻ ഇവിടെയല്ല ഉള്ളത് എന്നാണ് അർത്ഥം വരുന്നത്, അല്ലേ? ശരിക്കും അത് ശരിയല്ല. നമ്മളും വിചാരിക്കാറുണ്ട്, കുറച്ച് കാലം മെഡിറ്റേഷൻ ചെയ്താൽ, സ്ഥിരമായി നമ്മൾ സെൽഫ് എൻക്വയറി പ്രാക്ടീസ് ചെയ്താൽ വി വിൽ ഫൈനലി റീച്ച് ദ സെൽഫ് എന്ന്. മഹർഷി പറയുന്നു, സെൽഫ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല നമ്മളെ. നമ്മളെയും കാത്ത് അവിടെ ഇരിക്കുന്നില്ല സെൽഫ്. ഇറ്റ് ഈസ് നോട്ട് സംവെയർ എൽസ്. കാരണം അങ്ങനെ സംവെയർ എൽസ് ആണെങ്കിൽ, നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപ്പെടുകയും ചെയ്യും. അവിടുന്ന് നമ്മൾ മാറിപ്പോവുമല്ലോ. മഹർഷി പറയുന്നതിൻ്റെ ഉദ്ദേശം സെൽഫ് ഇപ്പോൾ നിങ്ങളുടെ എസെൻസാണ്. നിങ്ങളുടെ ഓരോ അനുഭവവും സെൽഫ് ഉള്ളതുകൊണ്ട് മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടെ എഫേർട്ട് പിന്നെ എന്താ വേണ്ടത്? മഹർഷി പറയുന്നു, ഐ ഷുഡ് ബി ഡിസ്ട്രോയിഡ്. നമ്മുടെ ഫാൾസ് ഐ ഉണ്ടല്ലോ, ഈഗോ ഐ ഉണ്ടല്ലോ, ഞാൻ ഈ ശരീരമാണ് മനസ്സാണ് എന്ന തോന്നലുണ്ടല്ലോ, അത് ഇല്ലായ്മ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സൂര്യനെ കുറച്ച് മേഘങ്ങളൊക്കെ കവർ ചെയ്തതുപോലെ തന്നെ നമുക്ക് സൂര്യനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ക്ലൗഡ്സ് റിമൂവ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സൺ വിൽ ബി റിവീൽഡ്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് എൻക്വയറി പ്രാക്ടീസ് ആക്ച്വലി സെൽഫിനെ റിവീൽ ചെയ്യുന്നില്ല. സെൽഫ് എൻക്വയറി പ്രാക്ടീസ് പിന്നെന്താ ചെയ്യുന്നത്? അതിനെ മൂടി വെച്ചിരിക്കുന്നൊരു മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി ഉണ്ട്, അതില്ലാതെയാവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? ഐ എന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകണം എന്നാണ് ഇൻഡയറക്റ്റ്ലി മഹർഷി പറയുന്നത്. നമ്മുടെ ഗോൾ സെൽഫിനെ അക്വയർ ചെയ്യാനല്ല, സിംപ്ലി ടു ഡിസോൾവ് ദ ഫോൾസ് ഐ. അപ്പോൾ തീർച്ചയായും അടുത്ത ചോദ്യം വരും, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടേക്ക് എത്താൻ സാധിക്കുക? അതാണ് മൂന്നാമത്തെ പോയിൻറ്റ്, ദ പ്രോസസ്സ്. ഒരു ക്ലിയർ പ്രോസസ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം. കാരണം നിങ്ങളെല്ലാവരും ലെവൽ 1 റിട്രീറ്റ് പങ്കെടുത്തതാണല്ലോ. ഈ ഒരു പ്രോസസ്സ് കൃത്യമായി മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പേരെങ്കിലും ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമമായിരിക്കും. ബിക്കോസ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ്സ് റിയലൈസേഷൻ കനോട്ട് ഹാപ്പൻ. ഈ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ്സിനാണ് ഇൻ്റലക്ച്വൽ നോളജ് എന്ന് പറയുക. ഭഗവാൻ പറയുന്നു, അൺലെസ് ഇൻ്റലക്ച്വലി നോൺ ഹൗ ടു പ്രാക്ടീസ് ഇറ്റ്. ബുദ്ധിപരമായി അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ പരിശീലിക്കും? ലേൺ ഇറ്റ് ഇൻ്റലക്ച്വലി ഫസ്റ്റ്. ആദ്യം ബുദ്ധിപരമായി പഠിക്കുക. ദെൻ ഡു നോട്ട് സ്റ്റോപ്പ് വിത്ത് ദാറ്റ്, പ്രാക്ടീസ് ഇറ്റ്. അവിടെ നിർത്തരുത്, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആദ്യം ബുദ്ധിപരമായി മനസ്സിലാക്കണം, അതിനുശേഷം നമ്മൾ പ്രാക്ടീസിലേക്ക് തിരിയണം എന്ന് പറയുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല, ക്ലാസ്സുകൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. മഹർഷി എഗ്രി ചെയ്യുന്നില്ല. കാരണം മെത്തേഡ് മനസ്സിലാക്കണമെങ്കിൽ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ക്ലാസ്സുകൾ പങ്കെടുക്കുകയൊക്കെ വേണം, അല്ലേ? കമ്പ്യൂട്ടർ പഠിക്കണം വിചാരിക്കുക, കമ്പ്യൂട്ടർ കണ്ടിട്ടേ ഇല്ല, കമ്പ്യൂട്ടർ പഠിക്കണം. നമുക്ക് ഒരു കമ്പ്യൂട്ടർ വേണം, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വേണം, സിസ്റ്റമാറ്റിക്കായൊരു പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെൽഫ് എൻക്വയറി, രമണ മഹർഷിയുടെ സെൽഫ് എൻക്വയറി പ്രോസസ്സ് സിസ്റ്റമാറ്റിക്കാണ്. ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് നിർബന്ധമാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ബട്ട് അതൊരു തുടക്കം മാത്രമാണ്. പിന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നീന്തലിനെ കുറിച്ച് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, കാര്യമുണ്ടോ? കുറച്ച് വായിക്കാം, ഒരു ഇൻട്രസ്റ്റൊക്കെ ജനിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇറങ്ങണം, വേണ്ടേ? ഇറങ്ങണം, വെള്ളത്തിലേക്ക് ഇറങ്ങണം.
നമ്മുടെ ഈ നോളജ് എപ്പോഴാണ് മീനിങ് ഫുൾ ആകുന്നത്? പ്രാക്ടീസിലേക്ക് വരുമ്പോൾ. നീന്തലിനെക്കുറിച്ചുള്ള നോളജ് എപ്പോഴാണ് മീനിങ് ഫുൾ ആകുന്നത്? വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെൽഫ് എൻക്വയറി ഒരു ഫിലോസഫി അല്ല, അതൊരു പ്രാക്ടീസാണ്. കൃത്യമായി നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് അടുത്ത ചോദ്യം വരിക. മഹർഷിയോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദ പ്രാക്ടീസ്? എന്താണ് പ്രാക്ടീസ്? മഹർഷി പറയുന്നു, കോൺസ്റ്റൻറ്റ് സെർച്ച് ഫോർ ഐ, ദ സോഴ്സ് ഓഫ് ദ ഈഗോ. നിരന്തരമായ തിരച്ചിൽ ഞാൻ എന്നതിനെക്കുറിച്ച്. സോഴ്സ് ഓഫ് ദി ഈഗോ, അഹങ്കാരത്തിൻ്റെ ഉറവിടമായ ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കണം. ഫൈൻഡ് ഔട്ട് ഹൂ ആം ഐ, ഞാൻ ആരാണ്, ഇതറിയുക എന്നാണ് പറയുന്നത്. നോക്കൂ, പ്രാക്ടീസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ പ്രാക്ടീസാണ് മഹർഷി പറയുന്നത് അല്ലേ. പല പല ടെക്നിക്സ് പറയുന്നതേയില്ല. പല പല പ്രോബ്ലം നമുക്കുണ്ടായിരിക്കാം, പല പല ചാലഞ്ചസ് നമുക്കുണ്ടായിരിക്കാം. മഹർഷിയുടെ ആൻസർ ഒന്നേ ഉള്ളൂ, കോൺസ്റ്റൻറ്റ് സെർച്ച് ഫോർ ഐ. നിരന്തരമായി ഞാൻ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുക. അപ്പോൾ എന്തൊക്കെ തന്നെ ഡിസ്റ്റർബൻസ് നമുക്കുണ്ടെങ്കിലും ഒരൊറ്റ ഡയറക്ഷനിൽ പോകാനാണ് മഹർഷി പറയുന്നത്, സെൽഫ് എൻക്വയറി. അതായത് ഹൂ ആം ഐ. ഇറ്റ് ഇസ് ടേണിങ് യുവർ അറ്റൻഷൻ ടു ദ വൺ ഹൂ ഈസ് എക്സ്പീരിയൻസിങ് ഇറ്റ്. ആർക്കാണ് ഈ അനുഭവമുള്ളത്? ചിന്ത വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ആർക്കാണ് ഈ ചിന്ത വന്നത്? അപ്പോൾ ആൻസർ എന്ത് കിട്ടും? എനിക്ക്. അനുഭവമാണ് അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുകയാണ്. ഈ 3 സ്റ്റെപ്പ് പ്രോസസ്സാണല്ലോ നമ്മൾ റിട്രീറ്റിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ഹൂ എം ഐ എന്ന ചോദ്യം ഒരു ഇൻ്റലക്ച്വൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞു പ്രീവിയസ്ലി അല്ലേ. ഇപ്പോൾ അത് പ്രാക്ടീസാണ്. പ്രാക്ടീസിലേക്ക് വരുമ്പോൾ പിന്നെ ഇൻ്റലക്ച്വലായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അതാണ് അർത്ഥം. ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ നിന്നൊരു ഉത്തരം വരിക എന്ന് വിചാരിക്കുക. ഞാൻ ബോധമാണ്, ഐ ആം അവെയർനെസ്. അതൊരു തോട്ടാണ്, അതൊരു ഇൻ്റലക്ച്വലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ അത് പ്രാക്ടീസല്ല. അപ്പോൾ എന്താ ഉദ്ദേശം? നമ്മുടെ ശ്രദ്ധ, അറ്റൻഷൻ ഐ സെൻസിലേക്ക് കൊണ്ടുവരണം. ഞാൻ എന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ, അവിടേക്ക് കൊണ്ടുവരണം. അതാണ് സോഴ്സ് ഓഫ് ദ ഈഗോ. അപ്പോൾ ആദ്യം അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് സെക്കൻഡൊക്കെ നിൽക്കുള്ളൂ. റിട്രീറ്റിൽ പങ്കെടുക്കുന്നതിന് മുമ്പൊക്കെ ചിലപ്പം കുറച്ച് സെക്കൻഡൊക്കെ നിൽക്കുന്നുണ്ടാവുള്ളൂ. റിട്രീറ്റിലൊക്കെ പങ്കെടുത്ത ശേഷം കുറച്ചുകൂടെ സമയം നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്കും വേറെ ചിന്ത വരും. ആ ചിന്ത നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അല്ലേ. ഇത് വളരെ നാച്ചുറലാണ്. പക്ഷെ ഓരോ പ്രാവശ്യവും നമ്മളിത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഓരോ ചിന്ത വരുന്ന സമയത്തും നമുക്കത് നോട്ടീസ് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു വരാൻ സാധിക്കും. എഗെയിൻ വി ക്യാൻ റിട്ടേൺ ടു ദ സോഴ്സ്. ഓരോ റിട്ടേണും നമ്മുടെ പഴയ ശീലമുണ്ടല്ലോ, ആ പഴയ ശീലത്തെ വീക്കൻ ചെയ്യുന്നു. പഴയ ശീലം എന്താണ്? മനസ്സിലേക്ക് തിരിഞ്ഞ്, ചിന്തകളിലേക്ക് തിരിഞ്ഞ്, ഓബ്ജക്ട്സിലേക്ക് തിരിഞ്ഞ് അതിനൊക്കെ സമാധാനം കണ്ടെത്തുന്ന ഒരു വഴി, മനസ്സിൽ ചർച്ച ചെയ്യുന്ന വഴി. അതൊരു നല്ല ശീലമല്ല, പ്രത്യേകിച്ച് ജ്ഞാനമാർഗ്ഗത്തിൽ. അപ്പോൾ ജ്ഞാനമാർഗ്ഗത്തിലേക്ക് കിടക്കുമ്പോൾ ഓരോ ചിന്ത വരുമ്പോഴും നമ്മൾ എന്താ വേണ്ടത്? ആർക്കാണ് സോഴ്സ് അന്വേഷിക്കണം. കോൺസ്റ്റൻറ്റ് സെർച്ച് ഫോർ ദി ഐ. അപ്പോൾ പ്രോഗ്രസ് നമ്മളെങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്? കുറേ നേരം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതൊന്നുമല്ല. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്? നമ്മുടെ ചിന്ത വരുമ്പോൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് ആ ചിന്തയിൽ നിന്നും ചിന്തകനിലേക്ക് വരാൻ സാധിക്കുന്നു. ഇതാണ് ഈ പ്രാക്ടീസിലൂടെ എത്രത്തോളം നമ്മൾ മുന്നേറി എന്നതിൻ്റെ തെളിവായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് തോട്ട്സ്, റിട്ടേൺ ടു ദി ഐ. ഓരോ തോട്ട് വരുമ്പോഴും നമുക്ക് അതാത് സമയത്ത് തന്നെ തിരിച്ചു വരാൻ പറ്റും. നമ്മൾ നന്നായിട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. മെഡിറ്റേഷനിൽ എക്സ്പീരിയൻസ് ഒന്നും നോക്കണ്ട. അപ്പോൾ ഇനീഷ്യലി ഈ പ്രാക്ടീസ് കുറച്ചൊരു ശ്രമം വേണ്ട കാര്യമാണ്, എഫേർട്ട് വേണം. അതും മഹർഷി പറയുന്നു, ദർ ഈസ് എ സ്റ്റേറ്റ് ബിയോണ്ട് അവർ എഫേർട്സ് ഓർ എഫേർട്ട്ലെസ്നെസ്. നമ്മുടെ പ്രയത്നത്തിനും പ്രയത്നമില്ലായ്മയ്ക്കും അപ്പുറം ഒരു അവസ്ഥയുണ്ട്. അൺടിൽ ഇറ്റ് ഇസ് റിയലൈസ്ഡ് എഫേർട്ട് ഇസ് നെസസറി. അത് സാക്ഷാത്കരിക്കപ്പെടുന്നതുവരെ പരിശ്രമം ആവശ്യമാണ്. അപ്പോൾ മഹർഷി തന്നെ പറയുകയാണ്, ഇനീഷ്യലി നമ്മൾ പരിശ്രമിക്കണം, പ്രയത്നിക്കണം എന്ന്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലേ. കാരണം സെൽഫ് എപ്പോഴും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ. മഹർഷി തന്നെ പല സമയത്തും പറയാറുണ്ട്, എഫേർട്ടിനൊരു സ്റ്റേറ്റ് ഉണ്ട്, എഫേർട്ട്ലെസ്നെസ്സിന് ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളൊരു വ്യക്തിയാണ് എന്ന് തോന്നുന്നു എങ്കിൽ, ഞാൻ ഈ ശരീരമാണ് എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ ഉള്ളത് വെച്ചാൽ എഫേർട്ട് 100% ആവശ്യമാണ്. എഫേർട്ട് ഇല്ലാതെ നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. എഫേർട്ട് വേണ്ട എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലും ഈഗോ ആണേ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്കും എഫേർട്ട് വേണം എന്നാണ് അർത്ഥം വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഊഞ്ഞാലിരുന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു തള്ളൽ വേണം അല്ലേ. 2-3 പ്രാവശ്യം തള്ളണം, അപ്പോഴേ ആ സ്വിങ് ആടാൻ തുടങ്ങുള്ളൂ. സോ റിപ്പീറ്റഡ് എഫേർട്ട് തുടക്കത്തിൽ വേണം.
പക്ഷേ സഫിഷ്യൻറ്റ് മൊമെൻറ്റം ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആട്ടേണ്ട ആവശ്യമില്ല. ഊഞ്ഞാലിരിക്കുന്ന ആ വ്യക്തിക്ക് കാര്യമായി എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഊഞ്ഞാലടിയിട്ടുള്ളവർക്കറിയാം, വളരെ സിമ്പിളാണ്. ഇരുന്ന് കൊടുത്താൽ മതി. ആ ഇരുത്തത്തിൽ തന്നെ മൊമെൻറ്റം ഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നും കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇനീഷ്യലി സ്വിങ് ആടണമെങ്കിൽ എഫേർട്ട് വേണം. എന്ന് പറഞ്ഞതുപോലെ തുടക്കക്കാർക്ക് കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് ആവശ്യമാണ്. മനസ്സ് കൈവിട്ടു പോകുന്ന സമയത്ത്, വാണ്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കറേജ്ഡ് ആകാൻ പാടില്ല. തുടക്കക്കാർ ഈ മൈൻഡ് വാണ്ടറിങ് ഒരിക്കലും ഒരു ഫെയിലിയറായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല. മൈൻഡ് വാണ്ടറിങ് ശരിക്കും ഫെയിലിയർ അല്ല. മൈൻഡ് വാണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു കൊണ്ടുവരാമല്ലോ. ബിക്കോസ് വി നോ ദ പ്രോസസ്സ്. ടെക്നിക്ക് നമുക്കറിയാം, സ്റ്റെപ്സ് നമുക്കറിയാം. അത് കാരണം വിഷമിക്കേണ്ട കാര്യമില്ല. സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സെൽഫ് എൻക്വയറി എന്നുള്ളൊരു പ്രോസസ്സ് നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഇപ്പോൾ നമുക്കത് ആക്ടിവിറ്റി ആയിരിക്കാം. സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആക്ടിവിറ്റിയേ അല്ല. യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി റിട്ടേൺ ബാക്ക് ടു യുവർ സെൽഫ്. നാച്ചുറലായിട്ട് ഇൻവേർഡ് ടേണിങ് സംഭവിക്കും എന്നർത്ഥം. അവിടെയാണ് നമ്മൾ പറയുക ഗ്രേസിൻ്റെ വർക്ക് തുടങ്ങിയെന്ന്. കാരണം ഇനീഷ്യലി നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രേസ് വർക്ക് ചെയ്യില്ല. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ. അപ്പോൾ മഹർഷി പറയുന്നു, ആദ്യം മെത്തേഡ് ക്ലിയർ ആക്കണം, ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയ ശേഷം റിപ്പീറ്റഡ്ലി പ്രയത്നം ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അൺടിൽ ഇറ്റ് ബിക്കംസ് എഫേർട്ട്ലെസ്. ഒരു കാലത്ത് അത് സംഭവിക്കും. അതിലേക്കാണ് നമ്മളെല്ലാവരും നീങ്ങേണ്ടത്. ഇടയ്ക്ക് വിട്ടുപോകരുത്. വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് പോലും ഇല്ലാതെയാകും. അതുകൊണ്ടാണല്ലോ ഈ ക്ലാസ്സുകളൊക്കെ റെഗുലറായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ റെഗുലറായിട്ട് റിട്രീറ്റും സത്സംഗവും എല്ലാം നടക്കുന്നത്. ബിക്കോസ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നമ്മൾ ഗെയിൻ ചെയ്ത ആ ഒരു സംഗതി കൈവിട്ട് പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ്. ശരി, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തോട്ടിനെ കുറിച്ച് മനസ്സിലായി. പക്ഷെ നമുക്ക് ചിന്ത മാത്രമല്ല, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, ഇമോഷണൽ ബീയിങ്സ് ആണ്. അപ്പോൾ വളരെ നാച്ചുറലായിട്ട് അടുത്ത ഒരു പോയിന്റിലേക്ക് കിടക്കേണ്ടതായിട്ട് വരും, ഇമോഷൻസ്. നമ്മളെല്ലാവരും പലതരം ഇമോഷൻസ് അറ്റാക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലൊക്കെ എത്താറുണ്ട് അല്ലേ. അപ്പോൾ വികാരങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? മഹർഷിയോടുള്ള ചോദ്യമാണ്. സോ വി മസ്റ്റ് റിഡ് ourselves ഓഫ് ലസ്റ്റ്, കാമ, ആങ്കർ, ക്രോധ എക്സെട്ര. അതുകൊണ്ട് നമ്മൾ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും മുക്തി നേടേണ്ടെന്ന് ചോദിച്ചു. മഹർഷി പറയുന്നു, ഗിവ് അപ്പ് തോട്ട്സ്, യു നീഡ് നോട്ട് ഗിവ് അപ്പ് എനിത്തിങ് എൽസ്. ചിന്തകൾ ഉപേക്ഷിച്ചാൽ മതി, മറ്റൊന്നും ഉപേക്ഷിക്കേണ്ടതില്ല. നമ്മളെല്ലാവരും സീക്കേഴ്സാണല്ലോ. ഓരോ സീക്കറിനും ഇമോഷണൽ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ജീവിതത്തിൽ ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ വരും, ഓരോ ഇമോഷൻസ് ഉണ്ടാകും. ഇന്ന് ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, നാളെ ചിലപ്പോൾ ഫിയർ ആയിരിക്കാം, അടുത്ത ദിവസം നമുക്ക് ജലസി കയറി വരും, അല്ലെങ്കിൽ ഗിൽട്ട് വരും, ആങ്സൈറ്റി ഉണ്ടാകും. ഇതൊരു എൻഡ്ലെസ് ആയിട്ടുള്ള ജേണിയാണ് അല്ലേ. പക്ഷേ മഹർഷി ഇവിടെ എന്താ പറയുന്നത്? കാമക്രോധങ്ങളെ പറ്റി ചോദിച്ച സമയത്ത് ഗിവ് അപ്പ് തോട്ട്സ് എന്നേ പറഞ്ഞുള്ളൂ. യു നീഡ് നോട്ട് ഗിവ് അപ്പ് എനിത്തിങ് എൽസ്. എന്താ അതിൻ്റെ അർത്ഥം? ഇതൊരു വൃക്ഷം പോലെ കണക്കാക്കാം. ഈ പലതരം വികാരങ്ങൾ ബ്രാഞ്ചസ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? പുതിയ ബ്രാഞ്ചസ് വീണ്ടും വരും. അപ്പോൾ ഓരോ ഇമോഷനെയും നമ്മൾ ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇമോഷൻസ് ഇല്ലാതെ ആവില്ല, വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഇമോഷൻസിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയാൽ ആ വൃക്ഷത്തിൻ്റെ വലിയ ആ ഒരു മെയിൻ ട്രങ്ക് ഉണ്ടല്ലോ, നമുക്കത് മനസ്സിലാവും തോട്ടാണ് എന്ന്. ചിന്തയിൽ നിന്നാണ് വരുന്നത്. നോക്കൂ, നമുക്ക് എല്ലാവർക്കുള്ള അനുഭവമല്ലേ. ദേഷ്യം വരുന്നതിന് മുമ്പ് ഒരു ചിന്ത വരാറില്ലേ? വരാറുണ്ട്. പേടി വരുന്നതിന് മുമ്പ് വളരെ സട്ടിലായിട്ടെങ്കിലും ഒരു ചിന്ത വരാറില്ലേ? അബൌട്ട് ദ ഫ്യൂച്ചർ വരാറുണ്ട്. ജലസി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കമ്പാരിസൺ ഉണ്ടാകാറില്ലേ? ഉണ്ടാകാറുണ്ട്. നമുക്കൊരു ഹേർട്ട് ഫീൽ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എന്നുള്ളൊരു ഫീലിംഗ് വരാറില്ലേ? ഞാൻ ഹേർട്ടായിപ്പോയി, എന്നെ ആ വ്യക്തി ഹേർട്ട് ചെയ്തു, ഞാൻ ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട്. ഈ ഇമോഷൻ പവർഫുൾ ആകാനുള്ളൊരു കാരണം എന്താ? അതിൻ്റെ പുറകിലൊരു തോട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ മഹർഷി പറയുന്നത് അതിൻ്റെ വേരിലേക്ക് പോകാനാണ്. ബ്രാഞ്ചസ് കട്ട് ചെയ്യണ്ട. ഗിവ് അപ്പ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? തോട്ട് സപ്രസ് ചെയ്യാനല്ല പറയുന്നത്. സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തോട്ട് വീണ്ടും സ്ട്രെങ്തൻ ആകും. നമ്മളെന്താ വേണ്ടത്? ഗിവ് അപ്പ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ തോട്ടിനെ ഫോളോ ചെയ്യരുത്. ഒരു തോട്ട് വന്നാൽ നമ്മളായിട്ട് ആ തോട്ടിലേക്ക് മറ്റ് പദാർത്ഥങ്ങൾ, ചേരുവകൾ കൂട്ടരുത് എന്നർത്ഥം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതലാവും. തോട്ട് വന്നുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ തോട്ടിൻ്റെ കൂടെ എവിടേക്കും സഞ്ചരിക്കേണ്ട കാര്യമില്ല. ആ ഒരൊറ്റ സിംഗിളായിട്ടുള്ള ആക്ടിവിറ്റി ഇമോഷനെ വീക്കൻ ചെയ്യാൻ തുടങ്ങും.
കാരണം തോട്ട് വീക്കായി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ തോട്ടിൻ്റെ വഴിയേറെ പോയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ട് വീക്കാവും. ഇമോഷൻ പെട്ടെന്ന് ഡിസോൾവ് ആകില്ല കേട്ടോ, ദാറ്റ്സ് ഓക്കെ. പ്രത്യേകിച്ച് ഇമോഷൻ വളരെ ഹൈ ആവുന്ന സമയം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും തുടക്കക്കാർക്ക്. അപ്പോൾ വീണ്ടും അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഉറപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ വി വിൽ നോട്ട് സക്കംബ് ടു ദീസ് ഇമോഷൻസ്. കുറേ കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഡോമിനൻസ് വരും, കൂടുതലൊരു സ്പേഷ്യസ്നെസ് ഫീൽ ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗോൾ എന്താണ്? ഇമോഷൻലെസ് പേഴ്സൺ ആകാനാണോ? അല്ല, മഹർഷി അത് പറയുന്നേ ഇല്ല. നമ്മൾ ഇമോഷനുമായി ബന്ധപ്പെടുന്ന തോട്ട്, ആ തോട്ടുമായി ബന്ധപ്പെടുന്ന ഒരു ഇൻഡിവിജ്വൽ ആകാതിരുന്നാൽ മതി. അത്രയും പ്രാക്ടിക്കലായിട്ടുള്ള സജഷൻസാണ് മഹർഷി കൊടുക്കുന്നത്. വേറെ വേറെ ഇമോഷൻസിന് വേറെ വേറെ ടെക്നിക്കും ഇല്ല. നോക്കൂ, ദേഷ്യത്തിനൊരു ടെക്നിക്ക്, ഫിയറിനൊരു ടെക്നിക്ക്, ഡിസയറിനൊരു ടെക്നിക്ക്, അതൊന്നുമില്ല. വൺ യൂണിവേഴ്സൽ പ്രാക്ടീസ്. ഇങ്ങനെ ഈ ഇമോഷൻസ് നമ്മളെ ട്രബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും? ചോദ്യമാണ്. ഹൗ ടു കൺട്രോൾ ലസ്റ്റ്, ആങ്കർ എക്സെട്ര. മഹർഷി പറയുന്നു, ഹൂസ് ആർ ദീസ് പാഷൻസ്, ഫൈൻഡ് ഔട്ട്. കാമവും കോപവും എങ്ങനെ നിയന്ത്രിക്കാം ചോദിച്ചു പറയാണ്, ഈ വികാരങ്ങൾ ആരുടേതാണ്? കണ്ടെത്തുക, ഫൈൻഡ് ഔട്ട്. ഇഫ് യു റിമെയിൻ ആസ് ദ സെൽഫ്, ദെയർ വിൽ ബി ഫൗണ്ട് ടു ബി നത്തിങ് അപ്പാർട്ട് ഫ്രം ദ സെൽഫ്. നിങ്ങൾ സെൽഫായി തന്നെ നിലനിൽക്കുകയാണെങ്കിൽ സെൽഫ് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദെൻ ദെയർ വിൽ ബി നോ നീഡ് ടു കൺട്രോൾ എക്സെട്ര. പിന്നെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞതായിട്ടുള്ള വികാരങ്ങൾ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. സെൽഫായിട്ട് നിലകൊള്ളുകയാണെങ്കിൽ, സെൽഫായിട്ട് നിലകൊള്ളണമെങ്കിൽ സെൽഫിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് നേരത്തെ പറഞ്ഞത് അല്ലേ. നമ്മൾ ഈ ഞാൻ എന്ന പോയിന്റിൽ എപ്പോഴും ശ്രദ്ധ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എന്തായാലും റിയലൈസ്ഡ് ആകും. സെൽഫ് അവിടെ ഉള്ളതാണല്ലോ, ഈ ഐ എന്ന പോയിൻറ്റിൻ്റെ പിന്നാമ്പുറത്താണ് ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ ശ്രദ്ധ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെൽഫ് റിയലൈസേഷൻ സംഭവിക്കും. അങ്ങനെ സെൽഫ് റിയലൈസേഷൻ സംഭവിച്ച് കഴിഞ്ഞാൽ, അതായത് ഇഫ് യു റിമെയിൻ ആസ് ദ സെൽഫ്, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ആ സെൽഫ് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ വികാരങ്ങൾ കാര്യമായി നമ്മളെ ബാധിക്കില്ല, ഒരു വികാരവും ബാധിക്കില്ല. അപ്പോൾ നേരത്തെ മഹർഷി പറഞ്ഞു ഇമോഷൻസിൽ നിന്നും തോട്ടിലേക്ക്. ഇവിടെ മഹർഷി പറയുന്നു ആ തോട്ട് ആർക്കാണ് വന്നത്, ഈ പാഷൻ ആർക്കാണുള്ളത് എന്ന് അന്വേഷിക്കാൻ പറയുകയാണ്. ഇതാണ് സെൽഫ് എൻക്വയറിയുടെ ശരിയായ ഹൃദയം. ഇതാണ് മഹർഷിയുടെ ടീച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറയുന്നില്ല, ഡിസയർ കൺട്രോൾ ചെയ്യാൻ പറയുന്നില്ല. ആരുടെ ഡിസയർ, ആരുടെ ദേഷ്യം, എൻ്റെ ദേഷ്യം, ഞാൻ ആര്, അത് അത്ര വളരെ സിമ്പിളാണല്ലേ. ഓരോ ഇമോഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഇമോഷൻ ഓൺ ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്, അതാണ് ഞാൻ. നമ്മൾ പറയുമല്ലോ ഐ ആം ആംഗ്രി എന്ന് പറയാറില്ലേ, പേഴ്സണലായി പോയി അല്ലേ. അല്ലെങ്കിൽ ഐ ആം ജെലസ് എന്ന് പറയാറില്ലേ, നമ്മളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫീലിംഗാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ സെൽഫ് എൻക്വയറിയോട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ഒരു ഹാബിറ്റിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണ്. ഇമോഷനെ കൂടുതൽ പരിശോധിക്കുന്നില്ല, ഇമോഷൻ്റെ പുറകിലുള്ള ചിന്തയുടെ പുറകിലുള്ള ഞാൻ, അതന്വേഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. മെഡിറ്റേഷൻ്റെ സമയത്ത് മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്കൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങൾക്ക് പേടി വരുന്ന സമയത്ത് എൻക്വയറി ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയായിട്ട് കണക്കാക്കാം. ചോദിക്കാം, അപ്സെറ്റ് ആകുമ്പോൾ ആരാണ് അപ്സെറ്റ് ആയത്. ഇത് വെറുതെ ഒരു ചോദ്യം മനസ്സിൽ ചോദിക്കുകയല്ല കേട്ടോ വേണ്ടത്, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു നിലനിൽപ്പാണ് നമ്മുടെ സെൽഫിൽ. ഇങ്ങനെ നമ്മൾ പരിശീലിച്ച് തുടങ്ങിയാൽ നമ്മുടെ ലൈഫിലുള്ള പല ഡിഫിക്കൽട്ടീസും ഉണ്ടാവുമല്ലോ, ഈ ഡിഫിക്കൽട്ടീസുമായുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ മാറി തുടങ്ങും. അപ്പോൾ ഇതൊന്നും ഒബ്സ്റ്റക്കിൾസ് അല്ല. ലസ്റ്റ് ആയാലും ആങ്കർ ആയാലും ഫിയർ ആയാലും ഇതൊന്നും ഒബ്സ്റ്റക്കിൾസ് അല്ല ആത്മീയ പാതയിൽ. ഇതെല്ലാം സെൽഫ് എൻക്വയറിയിലേക്ക് തിരിയാനുള്ള ചില അവസരങ്ങളായിട്ട് നമുക്ക് കാണാം. അതാ മഹർഷി പറയുന്നത് ഇഫ് യു റിമെയിൻ ആസ് ദ സെൽഫ് എന്ന്. മഹർഷി ഇവിടെ പറയായിരുന്നല്ലോ ഇഫ് യു സക്സസ്ഫുള്ളി കൺട്രോൾ ദീസ് ഇമോഷൻസ് എന്ന് പറയായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. കാരണം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനല്ല നമ്മുടെ ജോലി. ഓഫ് കോഴ്സ് അതിനൊക്കെ വേറെ വേറെ പ്രാക്ടീസസ് ഉണ്ട് കേട്ടോ. നമ്മൾ ജ്ഞാനമാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ സെൽഫായിട്ട് നിലകൊള്ളുകയാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ, ഏറ്റവും നല്ല സൊല്യൂഷൻ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കും എന്നർത്ഥം. ഇത് വലിയൊരു എൻകറേജ്മെൻറ്റാണ് നമുക്ക്. കാരണം എല്ലാ വികാരങ്ങളും നമുക്കൊരൊറ്റയടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര വലിയൊരു കാര്യമാണ് അല്ലേ. മാത്രമല്ല നമ്മൾ ആരും പെർഫെക്റ്റ് ആകണമെന്നില്ല എന്നൊരു മെസ്സേജും കൂടെ മഹർഷി തരാണ്. പ്രാക്ടീസ് തുടങ്ങാൻ നമ്മൾ ആരും പെർഫെക്റ്റ് ആകേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് തരം വികാരമുള്ള വ്യക്തിയായാലും നമുക്ക് സെൽഫ് എൻക്വയറി പ്രാക്ടീസ് ചെയ്യാമെന്ന് മഹർഷി പറയുകയാണ്. ലസ്റ്റ് ആയിക്കോട്ടെ, ഫിയർ ആയിക്കോട്ടെ, ആങ്കർ ആയിക്കോട്ടെ, ഒരേ ഒരു മെഡിസിൻ മാത്രമേ ഉള്ളൂ. ആർക്കാണതുള്ളത്?
അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അൺകൺട്രോളബിൾ ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. ചോദ്യം: ഇഫ് എ പേഴ്സൺ ഹൂം വി ലവ് ഡൈസ്, ഗ്രീഫ് റിസൾട്ട്സ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചാൽ ദുഃഖമുണ്ടാകും. ഷാൽ വി അവോയ്ഡ് സച്ച് ഗ്രീഫ് ബൈ ഐദർ ലവിങ് ഓൾ അലൈക്ക് ഓർ ബൈ നോട്ട് ലവിങ് അറ്റ് ഓൾ? ആ ദുഃഖം ഒഴിവാക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് ഒഴിവാക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ ആരെയും സ്നേഹിക്കാതെ ഒഴിവാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. മഹർഷി പറയുന്നു, ഇഫ് വൺ ഡൈസ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഗ്രീഫ് ഫോർ ദി അതർ ഹൂ ലിവ്സ്. ഒരാൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. ദ വേ ടു ഗെറ്റ് റിഡ് ഓഫ് ഗ്രീഫ് ഇസ് നോട്ട് ടു ലിവ്. ജീവിച്ചുകൊണ്ട് ദുഃഖത്തിൽ നിന്നും മുക്തി നേടാൻ കഴിയില്ല. കിൽ ദ വൺ ഹൂ ഗ്രീവ്സ്. ദുഃഖിക്കുന്നവനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാനല്ല പറയുന്നത് കേട്ടോ. ഹൂ വിൽ റിമെയിൻ ദെൻ ടു സഫർ. പിന്നെ വിഷമിക്കാൻ ആരുണ്ടാകും? ദ ഈഗോ മസ്റ്റ് ഡൈ. ഈഗോനെ നശിപ്പിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദി ഓൺലി വേ. അത് മാത്രമാണ് ഒരേ ഒരു വഴി. അതായത് സെൽഫ് എൻക്വയറി റെഗുലറായിട്ട് പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മരണദുഃഖം പോലും നമുക്ക് ഈസിലി കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നൊരു മെസ്സേജാണ് മഹർഷി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡിവോട്ടി ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം വളരെ പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ആയത് കാരണമായിരിക്കാം. നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്, അല്ലേ? ഇനി മരണപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരു ഫിയറുണ്ട്, നമുക്കവരില്ലാതെയാകുമോ എന്ന്. അങ്ങനൊരു പെയിന് ഡിസ്മിസ് ചെയ്യുന്നില്ല കേട്ടോ മഹർഷി. വളരെ സ്വാഭാവികമാണ് എന്ന് പറയണം. അതാണ് ഇഫ് വൺ ഡൈസ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഗ്രീഫ് ഫോർ ദ അതർ ഹൂ ലിവ്സ്. ഇപ്പോൾ നമ്മളാണ് ജീവിച്ചിരിക്കുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും വിഷമമുണ്ടാകും. ഇമോഷണലി നമ്മളോട് കോൾഡ് ആവാനൊന്നും പറയുന്നില്ല മഹർഷി, അല്ലേ? ഡിവോട്ടി 2 സൊല്യൂഷൻസാണ് ചോദിക്കുന്നത്, അല്ലേ? ഒന്ന്, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. ഇപ്പോൾ ഒരാൾ മരിച്ചാലും വേറെ ആൾക്കാരുണ്ടല്ലോ. 2, ആരെയും സ്നേഹിക്കാതിരിക്കുക. ഇത് രണ്ടും മഹർഷി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു മൂന്നാമത്തെ പോസിബിലിറ്റിയാണ് മഹർഷി പറയുന്നത്. എന്താ അത്? ആരാണോ വിഷമിക്കുന്നത് ആ വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ. കിൽ ദ വൺ ഹു ഗ്രീവ്സ്. ആ വിഷമിക്കുന്നവനില്ലാതെയാകണം. വിച്ച് മീൻസ് വിഷമിക്കുന്നവൻ ആരാണ്? ഞാനാണ്. ഈ ഞാൻ എന്ന തോന്നൽ ഇല്ലാതെയാകണം. ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നൽ ഇല്ലാതെയാകണം. ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നൽ ഇല്ലാതെയാകുമ്പോൾ വേറെ വ്യക്തികളും ശരീരമാണെന്നുള്ള തോന്നൽ നമുക്ക് വരില്ല എന്നർത്ഥം. ആരാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്? സ്ട്രോങ് ആയിട്ട് ആരാണോ ഈ ശരീരമായിട്ട് ഐഡൻറ്റിഫൈഡ് ആകുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുക. അപ്പോൾ സെൽഫ് എൻക്വയറിയിലൂടെ നമ്മൾ ശ്രദ്ധയെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോബ്ലത്തിനുള്ള റെസൊല്യൂഷനായി. ആരാണ് ഗ്രീവ് ചെയ്യുന്നത് അന്വേഷിക്കാമല്ലോ. ആർക്കാണ് ഈ ലോസ് അനുഭവപ്പെടുന്നത് എന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ ഈഗോ ഡോമിനൻസ് അവിടെ കുറയും. ഈഗോ ഡോമിനൻസ് കുറയുന്ന സമയത്ത് ലവ് കുറച്ചുകൂടെ പ്യുവറാവും. ആ ലവിൻ്റെ കൂടെ വേറൊരു സാധനം മിക്സ് ആവില്ല. പൊസസീവ്നെസ് ഉണ്ടാവില്ല, ഫിയർ ഉണ്ടാവില്ല. കാരണം നമുക്കെല്ലാവർക്കും ഉണ്ട്. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സുഹൃത്ത്, എൻ്റെ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലേ. ലവ് മോശമാണോ? ലവ് മോശമല്ല. ലവ് ഇസ് സോ ബ്യൂട്ടിഫുൾ. പക്ഷേ എൻ്റെ എന്നുള്ള തോന്നലാണ് അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരുന്നത്, പേടി കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ സെൽഫ് എൻക്വയറിയിലൂടെ തിരിച്ചന്വേഷിക്കുമ്പോൾ ആ എൻ്റെ എന്ന പോയിൻ്റ് കൊഴിഞ്ഞു പോകും. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഈഗോൻ്റെ സെൻസ് ഓഫ് ഓണർഷിപ്പ് നഷ്ടപ്പെടും. എങ്കിലും നമുക്ക് വിഷമമൊക്കെ ഉണ്ടാവും, ബട്ട് ഇറ്റ് വിൽ ബി ഈസിലി മാനേജബിൾ. കാരണം സെൽഫ് എന്ന സത്യം, ബ്രഹ്മം എന്ന സത്യം ഒന്നിൽ നിന്നും സെപ്പറേറ്റഡ് അല്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ വിചാരമാർഗത്തിലൂടെ ഹൃദയം കുറച്ചുകൂടെ സോഫ്റ്റ് ആകും. സോ വി വിൽ സ്റ്റാർട്ട് ലവിങ് എവരിബഡി ഡീപ്ലി. ഫിയർ ഇല്ലാതെ അവിടെ സ്നേഹം ഉണ്ടാകും. പൊസസീവ്നെസ് ഇല്ലാതെ, അനാവശ്യമായ ഡിപ്പെൻഡൻസ് ഇല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അതാണ് മഹർഷി പറയുന്നത്, ദ ഈഗോ മസ്റ്റ് ഡൈ. ദാറ്റ് ഈസ് ദി ഓൺലി വേ. വേറെ വഴിയൊന്നുമില്ല. പരമമായ ജ്ഞാനിയാണ് സത്യം വിളിച്ച് പറയുന്നത്. അപ്പോൾ ഈഗോ ബാക്ക് സീറ്റിലേക്ക് പോകും. പിന്നെന്താ ഉള്ളത്? പിന്നെ സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനുള്ള ഉത്തരം മഹർഷിയുടെ ഉത്തരങ്ങളിലുണ്ട്. അണ്ടർലൈയിങ് പ്രോബ്ലം എന്താണ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇത്രയൊക്കെ ആയാലും നമ്മുടെ മനസ്സിലേക്ക് പല ചോദ്യങ്ങളും വരും. അതിനാണ് നമ്മൾ ഡൗട്ട്സ് എന്ന് പറയുന്നത്, സംശയങ്ങൾ. നമ്മളാരും എത്ര കേട്ടാലും എത്ര വായിച്ചാലും ഡൗട്ടിൽ നിന്നും ഫ്രീ ആകുന്നില്ല. പ്രാക്ടീസിങ്ങിന് മുന്നേ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരികയാണ്, ക്യാൻ വൺ റിമെയിൻ വിത്തൗട്ട് തോട്ട്സ് റൈസിങ് ഓൾ ദ 24 hours ദ ഡേ? 24 മണിക്കൂറും ചിന്തയില്ലാതെ നമുക്ക് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ നാച്ചുറലായിട്ട് ചോദ്യം. അതിന് ഉത്തരം എന്താ മഹർഷി പറയുന്നത്? വാട്ട് ഈസ് അവേഴ്സ് അഗെയിൻ?
മണിക്കൂറുകൾ എന്താണ്? മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ്, അതൊരാശയമാണ്, ചിന്തയാണെന്നർത്ഥം. ഈച്ച് ക്വസ്റ്റ്യൻ ഓഫ് യോഴ്സ് ഇസ് പ്രോംപ്റ്റഡ് ബൈ എ തോട്ട്. നിങ്ങളുടെ ഓരോ ചോദ്യവും ഒരു ചിന്തയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. യുവർ നേച്ചർ ഇസ് പീസ് ആൻഡ് ഹാപ്പിനെസ്. നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ സ്വഭാവം സമാധാനമാണ്, സന്തോഷമാണ്. തോട്ട്സ് ആർ ഒബ്സ്റ്റക്കിൾസ് ടു റിയലൈസേഷൻ. ചിന്തകൾ സാക്ഷാത്കാരത്തിന് തടസ്സമാണ്. വൺസ് മെഡിറ്റേഷൻ ഓർ കോൺസെൻട്രേഷൻ ഇസ് മെൻ ടു ഗെറ്റ് റെഡ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് നോട്ട് ടു ഗെയിൻ ദ സെൽഫ്. എന്തിനാണ് ധ്യാനം? ചിന്തകളാകുന്ന ഒബ്സ്റ്റക്കിൾസ് ഉണ്ടല്ലോ, പ്രതിബന്ധങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും മുക്തി നേടാനുള്ളതാണ്, സെൽഫിനെ നേടാനുള്ളതല്ല. സെൽഫ് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചോദ്യം ചോദിക്കാം, പക്ഷെ ഇതെല്ലാം ഡൗട്ടാണ്. ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തോട്ടാണ്. തോട്ടിനെയാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത്. ആർക്കാണ് ആ ചിന്തയുണ്ടായത് അല്ലേ? അപ്പോൾ നോക്കൂ, സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, ഇതെല്ലാം സെൽഫ് എൻക്വയറി പ്രാക്ടീസിനെ തടയാൻ വേണ്ടി നമ്മൾ തന്നെ ചോദിക്കുകയാണ്. പക്ഷേ മഹർഷി ഇമ്മീഡിയറ്റ്ലി പോയിൻ്റ് ചെയ്യാണ്, ഇവിടെയാണ് പ്രശ്നം, നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു തരാണ്. ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള പല സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ചോദിക്കും, ഞാനിതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കിട്ടാതിരുന്നാലോ? എത്ര കാലം എടുക്കേണ്ടി വരും? എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം? എന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഇതെല്ലാം ചിന്തകളാണ്. ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മഹർഷി ഇൻഡയറക്റ്റ്ലി പറയുകയാണ്, ഈ എൻഡ്ലെസ് ആയിട്ടുള്ളൊരു ചെയിൻ ഉണ്ടല്ലോ, ഒഴിവാക്കാൻ. നമ്മുടെ യഥാർത്ഥ നേച്ചർ എന്താണ്? പീസ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ മെഡിറ്റേഷനിലൂടെ നമ്മൾ ആ പീസ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ടെമ്പററി ആയിട്ട് ഈ പീസിനെ അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെ കവർ ചെയ്യുന്ന എലിമെൻ്റ് ഉണ്ടല്ലോ, അത് ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി മാറുകയാണ് മെഡിറ്റേഷനെക്കുറിച്ച്, അല്ലേ? എന്താണോ നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ മൂടി വച്ചിരിക്കുന്നത്, അത് തെളിയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ, തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കണ്ണാടിയുണ്ട്, അതിന് മുകളിൽ കംപ്ലീറ്റ്ലി ഡസ്റ്റാണ്. മിററിൽ റിഫ്ലക്ഷൻ കൊണ്ടുവരാൻ സാധിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് റിമൂവ് ദ ഡസ്റ്റ്. ഒരു തുണി എടുത്ത് തുടച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാകും. സെൽഫ് എൻക്വയറി അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല. തടസ്സം നിൽക്കുന്നത് ചിന്തകളാണ്. അത് മനസ്സിലാക്കിയ ശേഷം ഞാൻ എന്ന ഒരു തോന്നലാണ് ഏറ്റവും വലിയ തടസ്സം എന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് തിരിച്ചു വന്നാൽ മതി. മനസ്സ് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാണ്ടർ ചെയ്തോട്ടെ, പുറത്തോട്ട് പോയിക്കോട്ടെ. ബട്ട് ഓരോ തവണയും നമ്മൾ തിരിച്ചു പിടിക്കുമ്പോൾ ഫെയിലിയർ എന്ന് വിചാരിച്ച സംഗതി ഫെയിലിയർ അല്ല, പ്രാക്ടീസായിട്ട് മാറും. വീണ്ടും ചോദിക്കുന്നു, വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് നോയിങ് വിച്ച് ഓൾ ഡൗട്ട്സ് ആർ സോൾവ്ഡ്? ഏതൊന്നറിഞ്ഞാലാണ് എല്ലാ സംശയങ്ങളും ഇല്ലാതാവുന്നത്? നോ ദ ഡൗട്ടർ. സംശയിക്കുന്നവനെ അറിയുക. ഇഫ് ദ ഡൗട്ടർ ബി ഹെൽഡ്, ദ ഡൗട്ട്സ് വിൽ നോട്ട് അറൈസ്. സംശയിക്കുന്നവനെ പിടിച്ചാൽ സംശയങ്ങൾ ഉണ്ടാവില്ല. വെൻ ദ ഡൗട്ടർ സീസസ് ടു എക്സിസ്റ്റ്, ദെയർ വിൽ ബി നോ ഡൗട്ട്സ് അറൈസിങ്. സംശയിക്കുന്ന ആൾ ഇല്ലാതെയാകുമ്പോൾ എന്ത് സംഭവിക്കും? സംശയങ്ങൾ തലപൊക്കില്ല. ഫ്രം വെയർ വിൽ ദേ അറൈസ്? സംശയങ്ങൾ എവിടെ നിന്ന് അവന് വരിക? സംശയിക്കുന്നവനില്ലെങ്കിൽ പിന്നെ സംശയം എവിടെ നിന്ന് വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടമാനം സംശയങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഈഗോ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അന്വേഷണത്തിലുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. സംശയങ്ങൾ എന്താ വേണ്ടത്? ഡൗട്ട്സ് മസ്റ്റ് ബി അപ്രൂട്ടഡ്. സംശയങ്ങൾ വേരോടെ പിഴുതെറിയണം. ദിസ് മീൻസ് ദാറ്റ് ദ ഡൗട്ടർ മസ്റ്റ് ബി അപ്രൂട്ടഡ്. അപ്പോൾ ഡൗട്ടറിനെയാണ് അപ്രൂട്ട് ചെയ്യേണ്ടത്. സംശയിക്കുന്നവനെ വേരോടെ പിഴുതെറിയണം. ഹിയർ ദ ഡൗട്ടർ ഇസ് ദ മൈൻഡ്. ഇവിടെ സംശയിക്കുന്നവനല്ല, മനസ്സ്, ഈഗോ തന്നെ. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൗട്ടിന് തീരെ ആൻസർ കാണണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ നിരന്തരമായി നമ്മൾ ഒരു ഡൗട്ടിങ് മൈൻഡായി കഴിഞ്ഞാൽ പ്രാക്ടീസിന് സമയം ഉണ്ടാവില്ല. അത്രയേറെ ഡൗട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കേട്ടു, എങ്കിലും മനസ്സ് വെറുതെ ഇരിക്കില്ല. അവിടെയാണ് ആറാമത്തെ പോയിന്റിലേക്ക് വരുന്നത്, ഫിലോസഫി, തത്വചിന്ത. കാരണം നമ്മളെല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പാതയിലുള്ളവർ കുറേ വായിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. കുറേ ശ്ലോകങ്ങളൊക്കെ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടൊക്കെ അങ്ങനെ പറയും. അതിനൊക്കെയുള്ള കഴിവുള്ളവരാണ് നമ്മൾ. അവിടെയാണ് ഫിലോസഫി വരുന്നത്. അപ്പോൾ മഹർഷിയോട് ചോദിക്കുന്നു, ആർ ദെയർ ഹെവൻ ആൻഡ് ഹെൽ? സ്വർഗവും നരകവുമില്ലേ? മഹർഷി എളുപ്പത്തിൽ ആൻസർ പറഞ്ഞു, ദെയർ മസ്റ്റ് ബി സംവൺ ടു ഗോ ദെയർ. അതിനവിടെ പോകാൻ ആരെങ്കിലും വേണ്ടേ? ഉള്ളവർക്ക് രണ്ടുമുണ്ട്. എന്തുള്ളവർക്ക്? ഞാൻ എന്ന തോന്നൽ ഉള്ളവന് സ്വർഗവുമുണ്ട് നരകവുമുണ്ട്. ഇല്ലാത്തവന് രണ്ടുമില്ല എന്നർത്ഥം. ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഇഗ്നറൻ്റ് വൺ,
വൺ ഹു ലിവ്സ് ഇൻ ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നലിൽ ജീവിക്കുന്നവർക്ക് എന്തുണ്ട്? സ്വർഗവും നരകവും എല്ലാം ഉണ്ടാവും. അല്ലാത്തവന് ദെയർ മസ്റ്റ് ബി സം വൺ ടു ഗോ ദെയർ. അവിടെ ആരെങ്കിലും വേണ്ടേ? നിങ്ങളുടെ ഉള്ളിൽ ഈഗോ ഇല്ലായിരിക്കുക, ഞാനെന്ന തോന്നലേ ഇല്ല. പിന്നെ ആരാ പോവുക സ്വർഗത്തിലേക്ക്? ആരാ പോവുക നരകത്തിലേക്ക്? എങ്കിലും കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ തട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മഹർഷി പറയുന്നത് പരമമായ സത്യമാണ്. റിയലൈസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് പറയുന്നത്. അപ്പോഴും ചോദ്യം നിൽക്കില്ല, വാട്ട് ഇസ് ഇല്യൂഷൻ? മിഥ്യാബോധം എന്ന് പറഞ്ഞാൽ എന്താ? മായാദർശനം, ഈ തോന്നലുണ്ടല്ലോ, എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു ഹൂം ഇസ് ദി ഇല്യൂഷൻ, ഫൈൻഡ് ഇറ്റ് ഔട്ട്. വീണ്ടും മഹർഷിയുടെ ബ്രഹ്മാസ്ത്രം. ആ ഭ്രമം ആർക്കാണ്? അത് കണ്ടെത്തണം. ദെൻ ദ ഇല്യൂഷൻ വിൽ വാനിഷ്. അപ്പോൾ മിഥ്യാബോധം ഇല്ലാതെയാകും. ജനറലി പീപ്പിൾ വോണ്ട് ടു നോ അബൌട്ട് ഇല്യൂഷൻ ആൻഡ് ഡു നോട്ട് എക്സാമിൻ ടു ഹൂം ഇറ്റ് ഇസ്. സാധാരണയായി ആളുകൾക്ക് എന്താണ്? മിഥ്യാധാരണയെക്കുറിച്ച് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ആർക്കാണ് എന്നത് പരിശോധിക്കാറില്ല. ഇറ്റ് ഈസ് ഫൂളിഷ്. അത് വിഡ്ഢിത്തമാണ്. ഇല്യൂഷൻ ഇസ് ഔട്ട്സൈഡ് ആൻഡ് അൺനോൺ. ഈ ഭ്രമമുണ്ടല്ലോ, ഈ മിഥ്യാബോധമുണ്ടല്ലോ, അത് പുറത്താണ്. അൺനോൺ, അജ്ഞാതമാണ്. അൺനോൺ, അറിയാത്തതാണ്. ബട്ട് ദ സീക്കർ ഇസ് കൺസിഡർഡ് ടു ബി നോൺ ആൻഡ് ഇസ് ഇൻസൈഡ്. നോക്കൂ എത്ര രസമായിട്ടാണ് മഹർഷി പറയുന്നത്. അന്വേഷകൻ അറിയപ്പെടുന്നവനാണ്, ഉള്ളിലാണ്. മിഥ്യ എവിടെയുള്ളത്? പുറത്താണ്, അജ്ഞാതമാണ്. സീക്കർ എവിടെയുള്ളത്? ഉള്ളിലാവുള്ളത്, അറിയപ്പെടുന്നവനാണ്. ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഇമ്മീഡിയറ്റ്, ഇൻറ്റിമേറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഡിസ്റ്റൻറ്റ് ആൻഡ് അൺനോൺ. അപ്പോൾ എന്താ വേണ്ടത്? വളരെ വിദൂരമായ, അജ്ഞാതമായ അതിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം അടുത്തുള്ളതിനെ കണ്ടെത്തുക. അടുത്തുള്ള ആരാണ്? അന്വേഷകൻ. അതാരാണ്? ആയി. ഇതാ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫിലോസഫിയും അവിടെ അവസാനിക്കും. പല ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മളെല്ലാവരും വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ സ്മാർട്ടായിട്ടുള്ളവർ അവസാനം ഒരു ചോദ്യം ചോദിക്കും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ജോലിയുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പല വിഷയങ്ങളുണ്ട്. അതിൻ്റെ ചോദ്യം, ഈസ് വർക്ക് ആൻ ഒബ്സ്ട്രക്ഷൻ ടു സെൽഫ് റിയലൈസേഷൻ? ജോലി, കർമ്മം ആത്മസാക്ഷാത്കാരത്തിനൊരു തടസ്സമായി വരുമോ? നോ, ഇല്ലാന്ന് തീർത്ത് പറയണം. ഫോർ എ റിയലൈസ്ഡ് ബീയിങ് ദ സെൽഫ് എലോൺ ഇസ് ദ റിയാലിറ്റി. റിയലൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് സെൽഫ് മാത്രമാണ് യാഥാർത്ഥ്യം. ആൻഡ് ആക്ഷൻസ് ആർ ഓൺലി ഫിനോമിനൽ, നോട്ട് എഫക്റ്റിംഗ് ദ സെൽഫ്. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തികൾ, അതെല്ലാം ഫിനോമിനലാണ്, പ്രാതിഭാസികമാണ്. മീൻസ് ഇറ്റ് ബിലോങ്സ് ടു ദ വേൾഡ് ഓഫ് അപ്പിയറൻസസ് എന്നർത്ഥം. ഈവൺ വെൻ ഹി ആക്ട്സ് ഹി ഹാസ് നോ സെൻസ് ഓഫ് ബീയിങ് എൻ ഏജൻറ്റ്. സെൽഫിനെ ബാധിക്കുന്നില്ല ഇത്. ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ സെൽഫ് എന്ന് പറഞ്ഞു. ഈവൺ വെൻ ഹി ആക്ട്സ് ഹി ഹാസ് നോ സെൻസ് ഓഫ് ബീയിങ് എൻ ഏജൻറ്റ്. അപ്പോൾ കർമ്മം ചെയ്യുന്ന സമയത്ത് ഈ കർമ്മം ചെയ്യുന്നവന് ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, ഞാനൊരു ഏജൻറ്റ് ആണ് എന്ന തോന്നലുണ്ടാകുന്നില്ല. ഹിസ് ആക്ഷൻസ് ആർ ഓൺലി ഇൻവോളണ്ടറി ആൻഡ് ഹി റിമെയിൻസ് എ വിറ്റ്നസ് ടു ദം വിത്തൗട്ട് എനി അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ റിയലൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു കൊണ്ടുപോകും. യാതൊരു ആസക്തിയുമില്ലാതെ സാക്ഷിയായി തുടരും. മഹർഷി കണ്ടിന്യൂ ചെയ്യുന്നു, ദർ ഇസ് നോ എയിം ഫോർ ദിസ് ആക്ഷൻ. പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല അങ്ങനെയുള്ളൊരു വ്യക്തിക്ക്. ഈവൺ വൺ ഹു ഈസ് സ്റ്റിൽ പ്രാക്ടീസിങ് ദ പാത്ത് ഓഫ് വിസ്ഡം, ജ്ഞാന, ക്യാൻ പ്രാക്ടീസ് വൈൽ എൻഗേജ്ഡ് ഇൻ വർക്ക്. ജ്ഞാനത്തിൻ്റെ പാതയിൽ ഉള്ള നമുക്കെല്ലാവർക്കും ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശീലിക്കാമെന്ന് പറയുകയാണ്. ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ഇൻ ദി ഏർലിയർ സ്റ്റേജസ് ഫോർ എ ബിഗിനർ. ഒരു തുടക്കക്കാരന് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായേക്കാം. ബട്ട് ആഫ്റ്റർ സം പ്രാക്ടീസ് ഇറ്റ് വിൽ സൂൺ ബി ഇഫക്റ്റീവ് ആൻഡ് ദ വർക്ക് വിൽ നോട്ട് ബി ഫൗണ്ട് എ ഹിൻഡ്രൻസ് ടു മെഡിറ്റേഷൻ. പരിശീലിച്ചു കഴിഞ്ഞാൽ സാധ്യമാകും. ധ്യാനത്തിന് ജോലി തടസ്സമായിട്ട് വരില്ല എന്ന് പറയുന്നു. ഡു നോട്ട് ലീവ് കർമ്മ. കർമ്മം ഉപേക്ഷിക്കരുത്. യു കനോട്ട് ഡു സോ. നിങ്ങൾക്കതിന് കഴിയില്ല. ഗിവ് അപ്പ് ദ സെൻസ് ഓഫ് ഡൂവർഷിപ്പ്. കർമ്മബോധം, കർമ്മം ഞാൻ ചെയ്യുന്നു എന്ന തോന്നൽ, അത് ഉപേക്ഷിച്ചാൽ മാത്രം മതി. കർമ്മ വിൽ ഗോ ഓൺ ഓട്ടോമാറ്റിക്കലി. കർമ്മം യാന്ത്രികമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. ഓർ കർമ്മ വിൽ ഡ്രോപ്പ് അവേ ഫ്രം യു. നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്ന് വിചാരിക്കുക, അതാണ് വിധി എന്ന് വിചാരിക്കുക. അപ്പോൾ കർമ്മങ്ങൾ കൊഴിഞ്ഞു പോകുമെന്നും പറയുന്നു. കർമ്മ മേ ബി ഡൺ ഫോർ ഫെയിം ഓർ മേ ബി ഡൺ അൺസെൽഫിഷ്ലി ആൻഡ് ഫോർ ദ പബ്ലിക് ഗുഡ്. കർമ്മം പ്രശസ്തിക്ക് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ നിസ്വാർത്ഥമായും പൊതുനന്മയ്ക്ക് വേണ്ടിയും ചെയ്യാം. യെറ്റ് ഈവൺ ദെൻ ദേ വോണ്ട് എപ്ലോസ്. എന്നിട്ടും ചിലർ കയ്യടി ആഗ്രഹിക്കുന്നു. സോ ഇറ്റ് ഈസ് റിയലി സെൽഫിഷ്.
അതും സ്വാർത്ഥമാണ്. അതായത് കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരു കയ്യടി പോലും പ്രതീക്ഷിക്കാതെ ചെയ്താൽ മാത്രമേ കർമ്മബന്ധം ഇല്ലാതിരിക്കുള്ളൂ, കർമ്മത്തിനോട് നമ്മൾ അറ്റാച്ച്ഡ് ആകാതിരിക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഈ 7 സ്റ്റെപ്പും നമ്മൾ നോക്കി. എന്തിനാണ് ജ്ഞാനം? കൾപ്രിറ്റ് ആരാണ്? ഈഗോ. പ്രോസസ്സ് എങ്ങനെയാണ്? ചിന്തകൾ വരുമ്പോൾ, ഇമോഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും അതിൻ്റെ പുറകിലേക്ക് നോക്കിയിട്ട്, ചിന്തയിലേക്ക് നോക്കിയിട്ട് ഞാൻ എന്ന പദാർത്ഥത്തിലേക്ക് പോകണം. സംശയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഫിലോസഫിക്കലായിട്ടുള്ള ചിന്തകളും മനസ്സിലേക്ക് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം? അവസാനം കർമ്മം, റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാം നമ്മൾ നോക്കി. ദാറ്റ് ഈസ് ലിവിങ് ദ ടീച്ചിങ്സ് ഓഫ് ശ്രീരമണ മഹർഷി. നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം ഈ പോയിൻറ്റുകളിൽ. ഓക്കെ, ജെൻറ്റ്ലി ക്ലോസ് യുവർ ഐസ്. സ്വസ്ഥമായി ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇരിക്കുക. ദീർഘശ്വാസം എടുത്ത ശേഷം പുറത്തേക്ക് വിടാം. ഇന്ന് നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചു. ഒടുവിൽ എല്ലാം എത്തിയത് ഒരേ ഒരു പോയിന്റിലേക്കാണ്. ഞാൻ എന്ന പോയിന്റിലേക്ക്. ധ്യാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിചാരം ചെയ്യുന്ന വേളയിൽ ശാന്തമായ ഒരു നിമിഷം നിങ്ങൾ അനുഭവിച്ച് കാണും. ആ ശാന്തി പുറത്തു നിന്ന് വന്നതായിരുന്നോ, അതോ നിങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നതാണോ? ആ ശാന്തി അനുഭവപ്പെടാനുള്ള കാരണമെന്തായിരുന്നു? മനസ്സ് അല്പനേരം മാറി നിന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ് ശാന്തി. ശാന്തിയെ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ശാന്തിയാണ് നിങ്ങളുടെ സ്വഭാവം. നിങ്ങളുടെ ശരീരം കസേരയിലിരിക്കുന്നു. ശ്വാസം നടന്നുകൊണ്ടിരിക്കുന്നു. ഹൃദയം മിടിക്കുന്നു. എല്ലാം അറിയപ്പെടുന്നതാണ്. ഇവയെ അറിയുന്നത് ആരാണ്? വിചാരം ചെയ്യുക. ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നാൽ അതിനെ പിന്തുടരാതെ ഈ ചിന്ത ആർക്കാണ് വന്നത് എന്ന് സ്നേഹത്തോടെ ചോദിക്കാം. എനിക്ക്.
ഈ എനിക്ക് ആരാണ്? ശ്രദ്ധിക്കുക. വികാരങ്ങൾ വരുമ്പോൾ കോപം, ഭയം, വിഷമം, ആർക്കാണ് ഈ വികാരങ്ങളെല്ലാം വരുന്നത് എന്ന് അന്വേഷിക്കണം. വിചാരം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്ന സംശയം മനസ്സിലേക്ക് കടന്നു വന്നാൽ ഈ സംശയം ആർക്കാണ് എന്നാണ് അന്വേഷിക്കേണ്ടത്. സംശയത്തെ നോക്കുന്നതിന് പകരം സംശയിക്കുന്നവനെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല ഉത്തരവാദിത്വങ്ങളുമുണ്ട്. കുടുംബം, ജോലി, ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. ഈ ഉത്തരവാദിത്വങ്ങളെ ചുമക്കുന്നതാര്? ഞാൻ. ഈ ഞാൻ ആരാണ് എന്ന് സൂക്ഷ്മമായി അന്വേഷിക്കുക. ഇടയ്ക്ക് ചിന്തകൾ വന്നാൽ വന്നോട്ടെ. ശബ്ദങ്ങൾ കേട്ടാൽ അതുമുണ്ടായിക്കോട്ടെ. ശരീരാനുഭവങ്ങൾ വരട്ടെ പോകട്ടെ. ഇതെല്ലാം അറിയുന്ന ആ സാന്നിധ്യമുണ്ടല്ലോ, അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. ഞാൻ ഉണ്ട് എന്ന അനുഭവത്തിൽ വിശ്രമിക്കുക. ഓരോ ചിന്തയും ഓരോ വികാരവും
ഓരോ സംശയവും ഓരോ ഉത്തരവാദിത്വവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതാർക്കാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. Attend to the source. നിരന്തരമായ തിരച്ചിൽ. ഞാൻ എന്നതിനെക്കുറിച്ച്. Find out who am I? ഞാൻ ആരാണ് എന്ന് കണ്ടെത്തുക. പതുക്കെ സമയമാകുമ്പോൾ തിരിച്ചു വരാം. കണ്ണുകൾ തുറക്കാം. താങ്ക് യു.